ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത ഒരു ഭർത്താവുണ്ട്. ആരെന്നറിയോ? പെണ്ണുമ്പിള്ളയുടെ വാക്ക് കേൾക്കുന്നവൻ. പെണ്ണുമ്പിള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമല്ലേ? ചില ആണുങ്ങളുണ്ട് ഉസ്താദെ, ഒരു സൈഡിൽ ഉമ്മ, ഒരു സൈഡിൽ ഭാര്യ. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പ്രസവ വേദനയെ കുറിച്ച് വാഴ്ന്നു പറയും. അതിനേക്കാളും വലിയ വേദനയാണ് ഞങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്കറിയോ? ചില വീടുകളിൽ പടച്ചവനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ, എടാ നിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോടാ, അങ്ങനാടാ ഇങ്ങനാടാ, അള്ളാഹുവേ, ഒരു സൈഡിൽ നിന്ന് ഉമ്മ അങ്ങ് തുടങ്ങും. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മയല്ലേ, മിണ്ടാതെ നിന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചോറ് ഉണ്ണാതെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുമ്പോ ആമിന അവിടെ നിന്ന് തുടങ്ങും. നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അള്ളാഹലിച്ചേക്കപ്പ. അവിടെ നിന്ന് അവൾ അങ്ങോട്ട് വാഴ്ന്നു തുടങ്ങും. ഈ പാവപ്പെട്ടവൻ ഇരുന്ന് ഉരുക, പടച്ചനെ എന്താ ചെയ്യാ? ഒരു സൈഡിലെ ശൈത്താനും കടലിൽ നിന്ന് അടക്കണം എന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദര, അള്ളാഹു 2 ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ? 2 ചെവി അള്ളാഹു തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുവാ. അതാ ജീവിതം. നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെ കുറിച്ച് 100 കണക്കിന് പരാതി പറയും. എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക, ബാക്കിയൊക്കെ കളയുക. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഭാര്യ നിന്റെ ഉമ്മാനെ കുറിച്ച് 100 പരാതി പറയും. അതും കേൾക്കുക, ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് കളയുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പല വീടുകളിലും എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാ, എടാ പെണ്ണെന്തും പറയും, നീ അത് ചെയ്യരുത്. നീ ഒരാണാ, നിന്റെ ഉമ്മയാത്, നിന്റെ വാപ്പയാത്. കെട്ടിയ പെണ്ണെന്തും നിന്നോട് പറയും. നീ ആലോചിച്ച് നോക്ക്. അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിൻ്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, അള്ളാഹുവേ, ഭാര്യ എന്തെല്ലാം പറയും. നീ ചിന്തിച്ചു നോക്ക്. ബോധമുള്ള ഒരു ഉമ്മ കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ? തന്റെ വീടിന്റെ അകത്ത് തുപ്പില്ല. ബോധമുള്ളവർ ചെയ്യില്ല. പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഭാര്യ വന്നിട്ട് പറയും, നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ ഈ മൂത്രവും കാഷ്ടവും ഭാരാ, എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ടുപോയി കളമനുഷ്യ. അള്ളാഹുവേ, ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട്. ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്. എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക്? നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ. എടാ, ഉമ്മ മൂത്രം ഒഴിച്ചാൽ കഴുകിയ വൃത്തിയാകുമല്ലോ. ഉമ്മാടെ മൂത്രമല്ലേ, ഉപ്പാടെ കാഷ്ടമല്ലേ. നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയ കഴുകടാ, തുടച്ചുകളാ, പൂവല്ലോ. എന്ത് നീ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തേ? നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തുനിന്ന് മൂത്രമൊഴിച്ചാൽ നിനക്ക് പറ്റണില്ല. നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചേ? ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ ആ ഉമ്മാടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത്? നിങ്ങൾ മൂത്രമൊഴിച്ചല്ലോ, കാഷ്ടിച്ചല്ലോ. ഉമ്മാടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ, ഛർദിച്ചിട്ടുണ്ടല്ലോ. ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത് കയറിയിട്ട് മൂത്രമൊഴിക്കും, കാഷ്ടിക്കും, ഉമ്മാടെ മുഖത്ത് ഛർദിക്കും. എന്നാലും എൻ്റെ മോനേന്ന് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഉള്ള ആ പാവം, എടുത്ത് തറയിൽ കളഞ്ഞില്ലല്ലോ, നിന്നെ ഒന്നും കൊന്നു കളഞ്ഞില്ലല്ലോടാ. അത്രയും സ്നേഹിച്ച ഉമ്മാനെ ഉപ്പാനെ നിനക്കിന്ന് അധികം പറ്റിയ ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാൻ നിൽക്ക, അവരെ കണ്ണുനീര് കുടിക്കുക. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണി കിട്ടിരിക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലതുപോലെ കേട്ടോ. സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരത്തില്ലടി ഒരിക്കലും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മാനെ ചീത്ത വിളിച്ചവനെ, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയവനെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനെ നീ എഴുതി വെച്ചോ. ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ, അള്ളാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന 3ാമത്തെ ശിക്ഷ, നിന്റെ ഉപ്പാനെയോ നിന്റെ ഉമ്മാനെയോ
നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവരെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, മോനെ, നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാൻ നിന്റെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപൊക്കിയിരിക്കും. എഴുതി വെച്ചോ. നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണിക്കിട്ടിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണിക്കിട്ട നിന്നെ നിന്റെ മക്കൾ വിടുവടാ. തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം, അതിന്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും. ഇന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല. വളർത്തിക്കോ നിന്റെ മോളെയും. നാളെ നിന്റെ ഗതിയും ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും. അപ്പം നിനക്കറിയാം നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചതിന്റെ വേദന നീയും അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അള്ളാഹുവേ. നീ പൊരുത്തപ്പെട്ട് തരണേ പടച്ചോനെ. ഞങ്ങളുടെ ഉമ്മാടെയും വാപ്പാടെയും പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. എൻ്റെ അനുഭവം കൊണ്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഭാര്യയോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ എന്തിനോ തല്ലാൻ വന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോ എൻ്റെ ഉപ്പ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിന്റെ സമയത്ത് എന്നെ തല്ലാൻ വന്നപ്പോ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഞാനന്ന് കൊച്ചുകുട്ടിയ, എൻ്റെ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൻ സിനാൻ, അള്ളാഹു അവനെ സാലിഹായ സന്താനങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അവൻ 5 വയസ്സായി. ഒരിക്കൽ നേഴ്സറിയിൽ നിന്നവൻ എൻ്റെ വീട്ടിൽ വന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന മകൻ എൻ്റെ വീട്ടിൽ വന്നു. എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ തല്ലാൻ വടിയെടുത്തിട്ട് ഒരു തല്ലു കൊടുത്തു. ഞാൻ അവനെ റൂമിലിട്ട് എന്തോ ഒരു കാര്യത്തിന് തല്ലിയപ്പോ ഞാൻ പണ്ട് 5-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പാനെ വിളിച്ചെന്ന് ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. ഞാൻ എൻ്റെ ഉപ്പാനെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോ ഞാൻ അവനെ തല്ലിയപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പണ്ട് വാപ്പാനെ വിളിച്ചതല്ലേ അവനും വിളിച്ചതെന്ന്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ, വെറുതെ പറഞ്ഞതല്ല. നീ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്ത് ചെയ്തിട്ടുണ്ടോ, നാളെ കാത്തിരുന്നോ, നിന്റെ മക്കളും നിന്നോടത് തിരിച്ചു ചെയ്യും. അള്ളാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ പടച്ചവനെ. അള്ളാഹു, അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം, അള്ളാഹുവെ, തൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാ. അള്ളാഹു നമുക്കും സ്നേഹിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, വാപ്പാടെയും ഉമ്മാടെയും മുന്നിൽ നിന്റെ ശബ്ദമുയർന്നാൽ, നിന്റെ മാതാപിതാക്കളുടെ മുന്നിലെങ്ങാനും നിന്റെ ശബ്ദമുയർന്നാൽ കഴിഞ്ഞടാ സഹോദരാ, നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി, സർവ്വതും നഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരെങ്കിലും 3 പാപങ്ങൾ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത്, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാണ് മരണസമയത്ത് ശിക്ഷ, ഖബറിന്റെ അകത്ത് ശിക്ഷ, പരലോകത്ത് ശിക്ഷ, നരകത്തിലെ ശിക്ഷ. മോനെ, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്. അവൻ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഉമ്മാനോട് കയർക്കുന്നവരുണ്ട്, വാപ്പാനോട് കയർത്ത് സംസാരിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ, ചെറിയ കുട്ടികളുണ്ടല്ലോ, പടച്ചവനെ, ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ ചെറുപ്പക്കാരാ, ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്.
ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്. ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്. വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പോകരുത്. അത് എവിടേക്കാണെങ്കിലും പോകണ്ട. ഉസ്താദേ പോയാൽ എന്തു ചെയ്യും? ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട, ഫുട്ബോൾ കളി കാണാൻ പോകണ്ട, കറങ്ങാൻ പോകണ്ട, ടൂറിന് പോകണ്ട. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. അപ്പോ നീ ചോദിക്കും, ഉസ്താദേ പോയാൽ എന്ത് സംഭവിക്കും? മോനെ, നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ. ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഉമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് റബ്ബ് കൊടുത്ത ഒരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ടു പോയി. ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ നടന്ന ചെറുപ്പക്കാരനാണ്. അവസാനം ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും കൂടെ മക്കത്ത് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകുകയാണ്. നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫദിലേ? ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് അവിടെ നിന്ന് ചോദിക്കുന്ന, ഉമ്മ, കൂട്ടുകാര് മുഴുവനും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉംറ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടുമ്മ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുമകന് പോകണ്ട. നീ പോയാ എനിക്കാരുമില്ലല്ലോ, എന്നെ ആരാണ് നോക്കുന്നത്? അതുകൊണ്ട് എന്റെ മോൻ പോകണ്ട. പിന്നീടൊരു സമയത്ത് പോകാമെന്ന് ഉമ്മ എവിടെ നിന്ന് പറയുകയാണ്. ഫളിലിന് വല്ലാത്ത വിഷമമുണ്ടായി. പക്ഷേ അവിടെ നിന്ന് കാണിച്ചില്ല. കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് കളിയാക്കുകയാ. കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനും ഒന്നുമല്ലടാ നിന്നെ വിളിച്ചത്. മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനു പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും അവിടെ നിന്ന് കുത്തുവാക്കോ പറയുകയാണ്. അവര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പോകുകയാണ്. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. രണ്ടാമതും ചോദിച്ചു, ഉമ്മ, എല്ലാവരും മക്കത്ത് പോകുന്നു, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫദിലിന് ഇഷ്ടപ്പെട്ടില്ല. വീടിന്റെ അകത്ത് കടന്നു ചെന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, വ്യഭിചരിക്കാനോ കള്ളു കുടിക്കാനോ കറങ്ങാനോ അല്ല, മക്കത്ത് പോകുന്നത് ഉംറ ചെയ്യാനാണല്ലോ. അതൊരു നല്ല കാര്യമാണല്ലോ. എന്തിനാ ഉമ്മയുടെ അനുവാദം? എന്തിനാണ്? ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്റെ സാധനങ്ങൾ മുഴുവനും എടുത്ത് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഫദിലേ, പോകല്ലേടാ മോനെ, ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പോകല്ലേ. ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ മാതാവ് പറയുകയാ. പക്ഷേ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഫദിൽ കേട്ട് അതുപോലും കാണിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂട്ടുകാര് മുഴുവനും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അവസാനം ഫദിൽ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. അവസാനമല്ലാ, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസമായി, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന. കൂട്ടുകാരാണെങ്കിൽ പോകുകയും ചെയ്തു. ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. സമാധാനമില്ല. അവസാനം ഫദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പള്ളി കണ്ടു. നിസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ. ഉളുവെടുത്തു പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്,
നാട്ടുകാര് വന്ന് പിടിച്ചു കെട്ടുകയാ. എന്തേ കാരണമെന്നറിയുമോ? ആ നാട്ടിൽ വലിയ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാട്. യഥാർത്ഥത്തിൽ കള്ളനോടി രക്ഷപ്പെട്ടു. അവര് വിചാരിച്ചു ഫളിലാണ് കള്ളനെന്ന്. എന്നിട്ട് വരുന്നവനും പോകുന്നവനും എല്ലാം തല്ലുകയാണ്. എല്ലാവരും ഫളിലിനെ തല്ലുകയാണ്. എന്നിട്ട് പടച്ചവനെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കാൻ പാടില്ല. അവന്റെ കൈ രണ്ടും വെട്ടിമുറിച്ചു, 2 കാലുകളെ വെട്ടിമുറിച്ചു, 2 കണ്ണും ചൂടുന്നെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും പോയി. എന്നിട്ട് എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫളില് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാണ്. അവസാനം കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ഫളിലിനെ കൊണ്ടുവന്ന് തെരുവില് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അവസാനം അവിടെ കിടന്ന് രക്തത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്, അല്ലാഹുവേ എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ. അല്ലാഹുവേ എന്റെ ആഖിറവും നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോട് എനിക്കൊന്ന് പൊരുത്തം ചോദിക്കണം തമ്പുരാനെ. തെരുവിൽ കിടന്ന് യാചിക്കുകയാണ്. വഴിയിലൂടെ പോകുന്ന യാത്രക്കാരോട് ഫളില് യാചിക്കുന്നു, അല്ലാഹുവിനെ ഓർത്തിട്ട് എന്റെ ഉമ്മാടെ മുന്നിൽ എന്നെയൊന്ന് കൊണ്ടുപോകുവോ? ഒന്ന് പൊരുത്തം ചോദിക്കാനാ, ഒന്ന് പൊരുത്തം ചോദിക്കാനാ. അവസാനം തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അല്ലാ, അവര് ചോദിച്ചു, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? പടച്ചവനെ, ഉമ്മ നോക്കുമ്പോ മനസ്സിലാകുന്നില്ല. കൈയില്ല, കാണ്ടില്ല, കാലില്ല, രക്തത്തിൽ കുളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല, ആരാണെന്ന് പോലും അറിയുന്നില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഉമ്മാടെ ശബ്ദമങ്ങ് കേൾക്കുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായി അത് തന്റെ ഉമ്മയാണെന്ന്. അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മ, ഉമ്മ ഞാനാ ഉമ്മ, ഉമ്മാടെ പൊന്നുമകന് ഫളിലാണുമ്മ. ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയടാ, കള്ള് കുടിക്കാൻ പോയതല്ല, വ്യഭിചരിക്കാൻ പോയതല്ല, ഫുട്ബോൾ കളി കാണാൻ പോയതല്ല, സിനിമാ തിയേറ്ററിൽ പോയതല്ല, കൂട്ടുകാരുടെ കൂടെ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയതല്ല. മോനെ, മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ. പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പോയ ഒരു മകൻ അല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഉമ്മാനെ വിറപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളുടെ മുന്നിൽ കിടന്ന് വാഴ്ന്നു പറയുന്ന മക്കള്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ മനസ്സു വേദനിപ്പിക്കരുത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരിറങ്ങി പോകുമ്പോ കൂടെ ഇറങ്ങി പോകും. ഉമ്മാനെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്നു പോകും. എന്നിട്ട് കയ്യിൽ പിടിച്ച് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മാന് വീട്ടിൽ വല്ലതും കുറവുണ്ടോ? ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല, ഉമ്മ എന്നോടൊന്നും പറയാറില്ല. എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞെങ്കിൽ പറ, മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കാനാ.
എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തു കൊടുക്കാനാണ്. അള്ളാഹുവേ, ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മാനെ കാണാൻ വരുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ട. ഉമ്മ ചോദിക്കുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താ മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മാതാപിതാക്കൾ എന്താണോ ആവശ്യപ്പെടുന്നത്, മോനെ നിന്റെ ഉമ്മയല്ലേ നിന്റെ വാപ്പയല്ലേ, കൊടുക്കേണ്ടത് അവർക്കല്ലേ പൊന്നുമോനെ. മാതാപിതാക്കൾ ഗുളിക ചോദിച്ചാ വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്. പടച്ചവനെ, ഒരു ഫർദയുടെ പേരിൽ തല്ലുണ്ടാക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ പരിഗണിക്കാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ഉമ്മയാണ് നിന്റെ വാപ്പയാ. അവരുടെ കാൽച്ചുവട്ടിലാ നിന്റെ സ്വർഗം കിടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, നബിയേ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? റസൂലുള്ള പറഞ്ഞു, ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? ഉമ്മയോടാണ്. പിന്നെ ആരോടാ നബിയേ? വാപ്പയോടാണ്. 3 പ്രാവശ്യവും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നതുമ്മയാണ്, നൊന്ത് പ്രസവിച്ചതുമ്മയാണ്, പാല് തന്ന് വളർത്തിയതുമ്മയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളോട് പറയുകയാ, പണക്കാരന്റെ മകളെ കിട്ടിയപ്പോ, തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ പെറ്റ ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്. അവർക്ക് നേരെ ചൊവ്വ ഭക്ഷണം കൊടുക്കാത്തവരുണ്ട്, വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്, മരുന്ന് വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുകയാ മാതാപിതാക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ച ഏതെങ്കിലും മക്കള് തല്ലണമെന്നില്ല, ചീത്ത വിളിക്കണമെന്നില്ല, നിന്റെ ഒരു വാക്കുകൊണ്ടെങ്കിലും പെറ്റ തള്ളയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ജന്മം നൽകിയ വാപ്പയുടെ മനസ്സിൽ വേദനയുണ്ടാക്കിയിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 ശിക്ഷ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ സദസ്സിലുണ്ടെങ്കിൽ നീ ഇന്ന് തൗബ ചെയ്തോണം. നീ തൗബ ചെയ്തോണം. ഇല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് ഈ ദുനിയാവി വെച്ച് തന്നെ 3 ശിക്ഷ തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 മണിയായപ്പ നിർത്താറായ ഈ 3 ശിക്ഷ കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണമെന്നുള്ളൊരു കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കൂലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മാനെ വേദനിപ്പിക്കുന്ന, വാപ്പയെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന 1ാമത്തെ ശിക്ഷ, നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. എടാ, ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ച നീ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകില്ല. ഉമ്മാനെ വേദനിപ്പിച്ച നീ, വാപ്പയെ വേദനിപ്പിച്ച നീ ഇവിടെ ഒരുപാട് കാലം ഉണ്ടാകില്ലടാ. നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കാരണം നീ പെറ്റ തള്ളയെ കണ്ണുനീര് കുടിപ്പിച്ചവനാ, ഉമ്മാനെ തല്ലിയവനാ, വാപ്പാനെ വേദനിപ്പിച്ചവനാ നീ. നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കും. കേട്ടോ എല്ലാ സഹോദരിമാരും കേട്ടോ. സ്വന്തം ഭർത്താവിനെ കിട്ടിയപ്പോ നിനക്ക് ഉമ്മായ വേണ്ട,
വാപ്പാനെ വേണ്ട, ഒന്ന് ഫോൺ വിളിക്കാൻ പോലും നിനക്കൊന്നും സമയമില്ലല്ലോ സഹോദരിമാരെന്നാലോചിക്ക്. പെറ്റ തള്ളയൊന്ന് വിളിച്ച് നോക്കാൻ, ഉമ്മ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ, ഉമ്മാന് വസ്ത്രം വേണോ എന്ന് ചോദിക്കാൻ ഒരു മനസ്സില്ലാതെ പോയി. കാരണം നിന്റെ ലോകം നിന്റെ ഭർത്താവും നിന്റെ മക്കളും, നിനക്ക് അവരാണ് വലുത്. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് സഹോദരിമാരുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. സ്നേഹിക്കുന്നവരുമുണ്ട്, പടച്ചവനെ തിരിഞ്ഞു നോക്കാത്തവരുമുണ്ട്. കണ്ണുനീര് കുടിപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. എങ്കിലും മാതാപിതാക്കളുടെ മുന്നിൽ കടന്ന് വാഴ്ന്നു പറയുന്ന എല്ലാ മക്കളും കേട്ടോ, നിന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് പള്ളിക്കുഴിയിലെത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, നിനക്കല്ല ഒരു നല്ല മരണം തരത്തില്ലടാ ജീവിതത്തിൽ ഒരിക്കലും. നീ കരുതിക്കോ, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ അൽഖമ റളിയല്ലാഹു തആല, സഹാബി വേറെ ആരുമല്ല, താടിക്കും തഴമ്പൊക്കെ നീളക്കുള്ള ആളാണെങ്കിലും അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വഹാബികൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാ. ഈ സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ നാവ് പൊങ്ങുന്നില്ല. അള്ളാഹുവെ പടച്ചവനെ, സഹാബത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്നാ. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഉണ്ട് നബിയെ, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രായം ചെന്ന ഉമ്മാനെ കൊണ്ടുവന്നു. മുത്തുനബി ചോദിച്ചു ഉമ്മയോട്, അൽക്കമയുമായിട്ട് എങ്ങനെ ഉമ്മ? നബിയെ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയെ. വല്ലാത്ത മറുപടി. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ, നബിയെ, അവൻ എന്നെക്കാലും വലുത് അവന്റെ പെണ്ണും പിള്ളയാ. അവൻ എന്നോടത് കാണിക്കാൻ പാടുണ്ടോ? ഞാൻ അവൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയെ. പരിരങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവൻ എന്നെക്കാളും അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന നബി. ചരിത്രം പറയുക തെറ്റിദ്ധാരണയായിരുന്നു എന്നാ പറയണേ. ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ പറ്റുന്നില്ല ഉമ്മ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഇല്ല നബിയെ, എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ അവനെ അത്രയ്ക്കും കഷ്ടപ്പെട്ട് വളർത്തിയത്, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പൊരുത്തപ്പെടില്ല. മുത്തുനബി പിന്നെയും പറഞ്ഞു, പെടൂല നബിയെ. പിന്നെയും പറഞ്ഞു, പൊരുത്തപ്പെടും. ഇല്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബ കത്തിച്ചളഞ്ഞേക്കാൻ പറഞ്ഞു. തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ ആ ഉമ്മയ്ക്ക് സഹിച്ചില്ല. ആ ഉമ്മ പറഞ്ഞു, നബിയെ, വേണ്ട നബിയെ, അവൻ എത്ര ദ്രോഹം ചെയ്താലും അവൻ എൻ്റെ മോനല്ലേ. അതാ ഉമ്മ. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ബാലിന് പോയപ്പോ, ഭക്ഷണം കഴിക്കാൻ പോയപ്പോ മക്കളെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ ഉസ്താദെ. ഉമ്മയ്ക്ക് അറിയില്ല, ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ. ഞങ്ങളുടെ ഉമ്മയ്ക്ക് അറിയില്ല ക്യാൻസറാ, വയറുവേദനയാണെന്നാ ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഉസ്താദ് ദുആ ചെയ്യണം ഉമ്മയ്ക്ക് വേണ്ടി. പേരൊന്നും പറയരുത്, ഉമ്മയ്ക്ക് അറിയില്ല. ഉമ്മയ്ക്ക് അറിഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ മക്കൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി, നല്ല മക്കൾ. അവസാനം ഇറങ്ങാൻ സമയമായപ്പോ ഞാൻ പറഞ്ഞ, ഉമ്മാനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ അവരെന്നെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചപ്പോ ഉമ്മ പറഞ്ഞു, മക്കളോടൊക്കെ പറഞ്ഞു പുറത്തു പോകാൻ. എല്ലാവരോടും പറഞ്ഞു പുറത്തു പോകാം. മക്കളൊക്കെ ഇറങ്ങിപ്പോയി. ഉസ്താദെ, ആ വാതിലൊന്ന് അടയ്ക്കോ? ഞാൻ വാതിലടച്ചു. എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദെ, എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയാം. എൻ്റെ മക്കൾ അറിയുന്നതിന് മുമ്പേ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന്. പക്ഷേ എൻ്റെ മക്കൾ കരുതിയിരിക്കുന്നത് എനിക്കറിയില്ല എന്നാണ്. പക്ഷെ ഉസ്താദ് അവരോട് പറയരുത്, എനിക്കറിയാമെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് സഹിക്കൂല ഉസ്താദ്, പറയരുത്. അതാ ഉമ്മ. അല്ലാഹുവേ പടച്ചവനെ, നിങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത് നടന്നൊരു സംഭവം. നമ്മുടെ ഉമ്മ ആരെന്നറിയോ? പഠിക്കു സഹോദര. എടാ, വയറ്റിൽ ഗർഭിണിയാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്കാം, ഈ കുഞ്ഞിനെ കളയാം. പ്രസവിച്ച ഈ പെണ്ണ് മരിക്കാൻ വരെ സാധ്യതയുണ്ട്. ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, വയറിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഉപേക്ഷിക്കാം, ഇല്ലെങ്കിൽ ഈ പെണ്ണ് തന്നെ മരിച്ചു പോകും. ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭാര്യ ഡോക്ടറോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ ഉസ്താദ് എന്നാ. ഡോക്ടറോട് ചോദിക്കുക, എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ട്? എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞിനൊന്നും. അതാ ഉമ്മ, അതാ ഉമ്മ. പക്ഷെ നമുക്കതിന്റെ വില അറിയില്ല സഹോദര. കെട്ടിയ പെണ്ണിനെ കിട്ടുമ്പോ, എടാ ചങ്ങാതി,
ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ചില ഭർത്താക്കന്മാരുണ്ട്, ലാ യദ്ഖുലൂനൽ ജന്ന, ഒരിക്കലും അവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആണുങ്ങളുണ്ട്, അവൻ ഒരു കാലത്തും അള്ളാന്റെ സ്വർഗത്തിൽ കയറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാന്ന് പറഞ്ഞിരട്ടെ? ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു ഭർത്താവിനെ ഞാൻ പറഞ്ഞിരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? നീ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോടാ. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത ഒരു ഭർത്താവുണ്ട്. ആരെന്നറിയോ? പെണ്ണും പിള്ളയുടെ വാക്ക് കേൾക്കുന്നവൻ, പെണ്ണും പിള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമല്ലേ? ചില ആണുങ്ങളുണ്ട് ഉസ്താദെ, ഒരു സൈഡിൽ ഉമ്മ, ഒരു സൈഡിൽ ഭാര്യ. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പ്രസവ വേദനയെ കുറിച്ച് വാഴ്ന്നു പറയും. അതിനേക്കാളും വലിയ വേദനയാണ് ഞങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്കറിയോ? ചില വീടുകളിൽ പടച്ചവനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ, എടാ നിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോടാ, അങ്ങനാടാ ഇങ്ങനാടാ. അള്ളാഹുവേ, ഒരു സൈഡിൽ നിന്ന് ഉമ്മ അങ്ങ് തുടങ്ങും. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മയല്ലേ, മിണ്ടാതെ നിന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചോറ് ഉണ്ണാതെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുമ്പോ ആമിന അവിടെ നിന്ന് തുടങ്ങും. നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അള്ളാഹു അലിച്ചേക്കപ്പ. അവിടെ നിന്ന് അവൾ അങ്ങോട്ട് വഴന്നു തുടങ്ങും. ഈ പാവപ്പെട്ടവൻ ഇരുന്ന് ഉരുക, പടച്ചനെ എന്താ ചെയ്യാ? ഒരു സൈലക്ക ശൈത്താനും കടലിൽ നടക്കണം എന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദര, അള്ളാഹു രണ്ട് ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ? രണ്ട് ചെവി അള്ളാഹു തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുവാ. അതാ ജീവിതം. നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെ കുറിച്ച് 100 കണക്കിന് പരാതി പറയും. എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക, ബാക്കിയൊക്കെ കളയുക. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഭാര്യ നിന്റെ ഉമ്മാനെ കുറിച്ച് 100 പരാതി പറയും. അതും കേൾക്കുക, ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് കളയുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പല വീടുകളിലും എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാ, എടാ പെണ്ണെന്തും പറയും, നീ അത് ചെയ്യരുത്. നീ ഒരാണാ, നിന്റെ ഉമ്മയാത്, നിന്റെ വാപ്പയാത്. കെട്ടിയ പെണ്ണെന്തും നിന്നോട് പറയും. നീ ആലോചിച്ച് നോക്ക്. അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, അള്ളാഹുവേ, ഭാര്യ എന്തെല്ലാം പറയും, ഭാര്യ എന്തെല്ലാം പറയും. നീ ചിന്തിച്ചു നോക്ക്. ബോധമുള്ള ഒരു ഉമ്മ കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ? തന്റെ വീടിന്റെ അകത്ത് തുപ്പോ? തുപ്പില്ല. ബോധമുള്ളവർ ചെയ്യില്ല. പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഭാര്യ വന്നിട്ട് പറയും, നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ മൂത്രവും കാഷ്ടവും ഭാരാ, എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ടുപോയി കളമനുഷ്യ. അള്ളാഹുവേ, ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട്. ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്. എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക്? നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ. എടാ, ഉമ്മ മൂത്രം ഒഴിച്ചാൽ കഴുകിയ വൃത്തിയാകുമല്ലോ. ഉമ്മാടെ മൂത്രമല്ലേ, ഉപ്പാടെ കാഷ്ടമല്ലേ. നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയ കഴുകടാ, തുടച്ചുകളാ, പൂവല്ലോ. എന്ത് നീ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തേ? നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തൊന്ന് മൂത്രമൊഴിച്ചാൽ നിനക്ക് പറ്റണില്ല. നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചേ? ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ ആ ഉമ്മാടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത്? ഞാനും നിങ്ങൾ മൂത്രമൊഴിച്ചല്ലോ, കാഷ്ടിച്ചല്ലോ. ഉമ്മാടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ, ഛർദിച്ചിട്ടുണ്ടല്ലോ. ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത് കയറിയിട്ട് മൂത്രമൊഴിക്കും, കാഷ്ടിക്കും, ഉമ്മാടെ മുഖത്ത് ഛർദിക്കും. എന്നാലും എൻ്റെ മോനേന്ന് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഉള്ള ആ പാവം, എടുത്ത് തറയിൽ കളഞ്ഞില്ലല്ലോ, നിന്നെ ഒന്നും കൊന്നു കളഞ്ഞില്ലല്ലോടാ. അത്രയും സ്നേഹിച്ച ഉമ്മാനെ ഉപ്പാനെ നിനക്കിന്ന് അധികം പറ്റി ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാ നിൽക്ക, അവരെ കണ്ണുനീരൊടിക്കുക. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണി കിട്ടിരിക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലതുപോലെ കേട്ടോ. സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരത്തില്ലടി ഒരിക്കലും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം
ആര് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മാനെ ചീത്ത വിളിച്ചവനെ, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയവനെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനെ നീ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ. ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ, അള്ളാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ ഉപ്പാനെയോ നിന്റെ ഉമ്മാനെയോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവരെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, മോനെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാൻ നിന്റെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപൊക്കിയിരിക്കും. എഴുതി വെച്ചോ. നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണിക്കിട്ടിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണിക്കിട്ട നിന്നെ നിന്റെ മക്കൾ വിടുവടാ. തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം, അതിന്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും. ഇന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല. വളർത്തിക്കോ നിന്റെ മോളെയും. നാളെ നിന്റെ ഗതിയും ഇതാ, നാളെ നിന്റെ ഗതിയും ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും. അപ്പം നിനക്കറിയാം നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചതിന്റെ വേദന നീയും അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ട് തരണേ പടച്ചോനെ. ഞങ്ങളുടെ ഉമ്മാടെയും വാപ്പാടെയും പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഭാര്യയോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ എന്തിനോ തല്ലാൻ വന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോ എൻ്റെ ഉപ്പ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിന്റെ സമയത്ത് എന്നെ തല്ലാൻ വന്നപ്പോ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഞാനന്ന് കൊച്ചുകുട്ടിയാ. എൻ്റെ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൻ സിനാൻ, അള്ളാഹുവിനെ സാലിഹായ സന്താനങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അവൻ 5 വയസ്സായി. ഒരിക്കൽ നേഴ്സറിയിൽ നിന്നവൻ എൻ്റെ വീട്ടിൽ വന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന മകൻ എൻ്റെ വീട്ടിൽ വന്നു. എന്തോ ഒരു കാര്യം ചെയ്തപ്പോ ഞാൻ തല്ലാൻ വടിയെടുത്തിട്ട് ഒരു തല്ലു കൊടുത്തു. ഞാൻ അവനെ റൂമിലിട്ട് എന്തോ ഒരു കാര്യത്തിന് തല്ലിയപ്പോ ഞാൻ പണ്ട് 5-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പാനെ വിളിച്ചെന്ന് ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. ഞാൻ എൻ്റെ ഉപ്പാനെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോ ഞാൻ അവനെ തല്ലിയപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പണ്ട് വാപ്പാനെ വിളിച്ചതല്ലേ അവനും വിളിച്ചതെന്ന്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ, വെറുതെ പറഞ്ഞതല്ല. നീ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്ത് ചെയ്തിട്ടുണ്ടോ, നാളെ കാത്തിരുന്നോ, നിന്റെ മക്കളും നിന്നോടത് തിരിച്ചു ചെയ്യും. അള്ളാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ പടച്ചവനെ. അള്ളാഹു, അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം, അള്ളാഹുവെ തൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അള്ളാഹു ഇനിയും കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.